ഹായ് ഗായ്സ്, ഇന്നത്തെ പ്രോജക്റ്റിന് എടുക്കുന്ന നീഡിൽ അഥവാ ഹുക്ക് ഇതായിരിക്കും 4mm ഇതൊരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹുക്കാണ്. ഇനിയുള്ള അക്രിലിക് യാണാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു റെഡ് കളറിലെ ഒരു 50 ഗ്രാം ആയിരിക്കും ഇതിൻ്റെ ഒരു വെയിറ്റ് എന്ന് പറയുന്നത്. ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ടൊരു 7-8 അത്ര എണ്ണം വേണ്ടി വരുമായിരിക്കും. ഇനി നമ്മൾ ആദ്യമായിട്ട് എങ്ങനെയാണ് ഒരു നോട്ട് ഇടുക, ഇനീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ തൊട്ടാണ് പറഞ്ഞു വരുന്നത്. ഇത് ചെയ്തിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇതിൻ്റെ യാണിൻ്റെ അറ്റം ഇങ്ങനെ മടക്കി പിടിക്കുക, അതിലേക്ക് നമ്മുടെ ചൂണ്ടുവിരലിടുക, അതായത് ഫസ്റ്റ് ഫിംഗർ അതിലേക്ക് ഇട്ടിട്ട് അത് ആ ഒരു നോട്ട് ഫോം ചെയ്യുമല്ലോ, ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ആവുമല്ലോ, ആ പോർഷനിലൂടെ നമ്മൾ 2 വിരലും അകത്തേക്കിടുക. ദെൻ ആ വലിയ എൻഡ്, അതായത് ബാക്കി നൂല് മൊത്തം വരുന്ന വലിയ എൻഡ് നമ്മൾ അതിലൂടെ വലിക്കണം പുറത്തേക്ക്. പറയുന്നതിനെക്കാട്ടിലും കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്നാണ് ഐ ഗെസ്. അപ്പോൾ അത് വലിച്ചു കഴിയുമ്പോഴത്തേക്ക് അവസാനം ഇങ്ങനെ ഒരു നോട്ടായിട്ട് വരും. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടോ, വലിക്കുമ്പോൾ മൂവ് ചെയ്യാൻ പറ്റുന്ന പോലെ ആയിരിക്കണം. നോട്ടിടുമ്പോൾ ശ്രദ്ധിക്കണം, കടും കെട്ടി വീഴാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് ഇനീഷ്യലി നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു നോട്ട് ഇടുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഈ നൂല് നമ്മൾ എങ്ങനെയാണ് കയ്യിൽ ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ യാണിനെ മൊത്തത്തിൽ നമ്മളുടെ കയ്യിൽ ഹോൾഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടാണ് നമ്മുടെ ആ ബാക്കി ക്രോഷറ്റിങ് ഫുൾ അങ്ങ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ വലിയ എൻഡില്ലേ, നൂല് മിച്ചം കിടക്കുന്ന ആ വലിയ എൻഡ് നമ്മുടെ ആ 2 ഫിംഗേഴ്സിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ കുറച്ചൊന്ന് എന്താ പറയുക, ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ അതിൻ്റെ ഇടയ്ക്കൊന്ന് ഉടക്കി വയ്ക്കുക ഇങ്ങനെ. ഓക്കെ, ബാക്കി വരുന്ന പോർഷനിൽ ആദ്യം ഇട്ട നോട്ടിൻ്റെ ഒരു ചെറിയ ടെയിൽ എൻഡ് ഉണ്ടല്ലോ, അത് നമ്മുടെ ആ 2 ഫിംഗേഴ്സും കൂടെ വെച്ചിട്ട് ഇങ്ങനെ പിടിക്കാൻ പറ്റുന്ന പോലെ ആയിട്ട് വെക്കുക. നിങ്ങൾക്ക് ഏത് ഫിംഗേഴ്സിലാണോ പിടിക്കാൻ എളുപ്പം അതുപോലെ ചെയ്യാം. ഞാനിങ്ങനെയാണ് നോർമലി ചെയ്യുന്നത്. അപ്പോൾ നമുക്കതങ്ങനെ ഹോൾഡ് ചെയ്യാം. അപ്പോൾ ഈ അറ്റം നമുക്ക് ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ടൈറ്റായിട്ട് പിടിക്കണോ ലൂസായിട്ട് പിടിക്കണോ അത് നമുക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഈ ഹുക്ക് എങ്ങനെയാണ് അതിലേക്ക് ഇടുക. ഇപ്പോൾ കണ്ട ആ ഒരു റൗണ്ട് കണ്ടോ, അതാണ് ഫസ്റ്റത്തെ നമ്മൾ ആദ്യം ഇട്ട നോട്ടിൻ്റെ അകത്തേക്കാണ് നമ്മളിനി ഹുക്ക് ഇടാൻ പോകുന്നത്. ഹുക്കിന് കാണുമ്പോൾ അറിയാം ഒരു ഹെഡ് പോർഷൻ കണ്ടോ, ആ ഹെഡ് പോർഷൻ വെച്ചിട്ടാണ് നമ്മളിനിയുള്ള പരിപാടി ഫുള്ള്. നമ്മൾ ആ ഹെഡ് പോർഷൻ ഈ ഹുക്കിൻ്റെ അകത്തേക്ക് ഇടും. നമുക്ക് ഈ ഹുക്ക് ഇപ്പോൾ ഇച്ചിരി വലുതായിട്ടല്ലേ ഇരിക്കുന്നത്, നമ്മുടെ ആ നൂലിൻ്റെ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കിത് ചെറുതാക്കുകയും വലുതാക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഒന്ന് ചെയ്യുമ്പോൾ മനസ്സിലാവും, കാണുമ്പോഴും മനസ്സിലാവുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ആ നോട്ടിൽ ഹോൾഡ് ചെയ്തു, മറ്റേത് ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ മുകളിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ ഇനി നമ്മൾ നമ്മുടെ ഹുക്ക് ഇതിനെ ട്വിസ്റ്റ് ചെയ്യുന്നതനുസരിച്ചാണ് നമ്മുടെ കെട്ടുകൾ നമ്മളിടുക. ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ നേരെ ഇരിക്കുന്ന ആ ഹെഡ് ഇപ്പോൾ നമ്മുടെ നേരെയല്ലേ ഇരിക്കുന്നത്, അതിനെ ആ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെക്കുക. ദെൻ ആ നൂലിൽ ഹോൾഡ് ചെയ്യുക, ട്വിസ്റ്റ് ചെയ്ത് ഈ കെട്ടിൻ്റെ അകത്തേക്ക് എടുക്കുക. ഓക്കെ, ഇതിനെ ഒരു യാൺ ഓവർ ചെയ്ത് എടുക്കുക എന്നാണ് പറയുന്നത് കേട്ടോ. നമ്മുടെ ആ ഹുക്ക് ആ നൂലിൽ ഒന്നുകൂടെ കാണിച്ചു തരാം. ഹുക്ക് ആ ഹോളിൻ്റെ അകത്തോടെ ഇട്ടു, നൂലിൽ നമ്മൾ ഉടക്കുന്ന ആ പോർഷനിൽ യാൺ ഓവർ എന്നാണ് പറയുക കേട്ടോ. യാൺ ഓവർ ചെയ്യുക, പുൾ ത്രൂ ചെയ്യുക, അകത്തോടെ വലിച്ചെടുക്കുക. ഇതാണ് ഇതിപ്പോൾ ഫസ്റ്റ് ക്രോഷറ്റാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ, സിംഗിൾ ക്രോഷറ്റാണ് ചെയ്തത്. നമ്മൾ യാൺ ഓവർ ചെയ്തു, ദെൻ പുൾ ത്രൂ ചെയ്തു, അതിൻ്റെ അകത്തൂടെ വലിച്ചു. സോ നമ്മുടെ ഒരു കെട്ട് വന്നിരിക്കുകയാണ്. ഇനി ഇതേപോലെ റിപ്പീറ്റ് ചെയ്താണ് ഇത് സിംഗിൾ ക്രോഷറ്റിംഗാണ് ഇപ്പോൾ കാണിക്കുന്നത്. റിപ്പീറ്റ് ചെയ്ത് നമുക്ക് എത്ര എണ്ണം വേണം, ഈ ഓരോ കെട്ടിനും നമ്മൾ എണ്ണണം കേട്ടോ. എണ്ണിട്ടാണ് ഇപ്പോൾ 10 എണ്ണത്തിൻ്റെ ഒരു സിംഗിൾ ക്രോഷറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ 10 തവണ റിപ്പീറ്റ് ചെയ്യുന്നത് തന്നെ ആയിരിക്കും. ഓക്കെ, യാൺ ഓവർ ചെയ്യുക, പുൾ ത്രൂ ചെയ്യുക, യാൺ ഓവർ ചെയ്യുന്നു, പുൾ ത്രൂ ചെയ്യുന്നു, അഗെയിൻ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്താണ്. ഇതാണ് സിംഗിൾ ക്രോഷറ്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ സാധനം, ക്രോഷറ്റിങ്ങിൻ്റെ മെയിൻ സാധനം എന്ന് പറയുന്നത് ഇതാണ്. ഇതിലിപ്പോൾ എണ്ണമാണെങ്കിൽ ഒരു 4 എണ്ണമാണ് ഉള്ളത്. ആ വി പോലെ കാണുന്ന പോർഷൻ ഉണ്ട്, അത് ഓരോരോ കെട്ടുകളാണ്. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു മാജിക് റിങ് ഉണ്ടാക്കാനാണ് പോകുന്നത്. ഓക്കെ, മാജിക് റിങ് ഉണ്ടാക്കാനുള്ള ഒരു ഈസിയസ്റ്റ് വേ ആണിത്. നമ്മൾ ആദ്യമേ 4 എണ്ണത്തിൻ്റെ ഒരു സിംഗിൾ ക്രോഷറ്റ് ചെയ്തു, അതിൽ ഫസ്റ്റത്തെ വീലിലേക്ക് നമ്മൾ പിന്നെ ആ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. ദെൻ നമ്മൾ ഇത് കാണുന്നുണ്ടോ, ഇനി നമ്മൾ ആദ്യമേ ചെയ്തില്ലേ, എന്താ ചെയ്ത യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്യില്ലേ, അത് നമ്മൾ യാൺ ഓവർ ചെയ്യുന്നു. ഇപ്പം നമ്മൾ ഇൻസേർട്ട് ചെയ്തതിൻ്റെ അകത്തൂടെ പുൾ ത്രൂ ചെയ്യുന്നു. അഗെയിൻ നമ്മുടെ ഹുക്കിൽ ഓൾറെഡി ഒരെണ്ണം ഉണ്ടായിരുന്നു, അതിലും കൂടെ പുൾ ത്രൂ ചെയ്യുന്നു. കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ. ഇതിപ്പോഴും നമ്മൾ ഒരു റിങ് ആയിട്ട് ഫോമായി. നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ സെൻറ്ററിൽ ഒരു ഹോള് കാണാം, അതിന് ചുറ്റും കുറേ കെട്ടുകളും കാണാം. ഇത് ആക്ച്വലി ഒരു മാജിക് റിങ് ആണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇനി നമ്മൾ ഇതിലാണ് ബാക്കി പരിപാടി ഫുള്ള് ചെയ്യാൻ പോകുന്നത്. മാജിക് റിങ് ചെയ്യാനുള്ള ഏറ്റവും ഈസിയസ്റ്റ് വേ ആണ് ഇപ്പോൾ ചെയ്തത് കേട്ടോ. ഇനി നമ്മളുടെ ഈ എൻഡിനെ നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് നമുക്ക് ഏത് രീതിയിലാണോ ഒതുക്കി വെക്കാൻ പറ്റുക അങ്ങനെ വെച്ചേക്കുക.
നമുക്ക് ലാസ്റ്റ് അത് പിന്നെ അകത്തേക്ക് ചെയ്യാം കേട്ടോ. ഇനി ഇപ്പം നമ്മൾ ചെയ്ത സിംഗിൾ ക്രോഷറ്റ് ഇല്ലേ, അത് തന്നെ നമ്മൾ പിന്നെ റിപ്പീറ്റ് ചെയ്യണം ഒരു 3 എണ്ണം. ഒരു 3 തവണ നമ്മൾ അതേപോലെ സിംഗിൾ ക്രോഷറ്റിങ് റിപ്പീറ്റ് ചെയ്യുന്നു. 1 യാൺ ഓവർ പുൾ ത്രൂ, 2 പിന്നെ യാൺ ഓവർ പുൾ ത്രൂ, 3 നമ്മൾ പിന്നെയും ചെയ്തു. ഓക്കെ, ഇത് നമ്മുടെ ഫസ്റ്റ് ഡബിൾ ക്രോഷയാണ്. ഓക്കെ, ഇനി ഡബിൾ ക്രോഷ എങ്ങനെയാണ് ചെയ്യുന്നതാണ് കാണിക്കാൻ പോകുന്നത്. ഇപ്പോഴത്തെ ചെയ്തത് നമ്മുടെ ആദ്യത്തെ ഡബിൾ ക്രോഷയാണ്. പക്ഷേ ഡബിൾ ക്രോഷ ചെയ്യുന്നത് ഇങ്ങനെയല്ല, ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മൾ നൂല് ഹുക്കിനൊന്നും ചുറ്റുക, ഒരു തവണ ഇങ്ങനെ ചുറ്റുക. ഇപ്പോൾ കാണിച്ചു തരാം. നമ്മൾ നൂലിനെ യാൺ ഓവർ ചെയ്യാൻ വന്ന പോലെ ഒന്ന് ചുറ്റി വെക്കുക. നമ്മുടെ ഹുക്കിനെ ഒന്ന് ചുറ്റി വെച്ച ശേഷം നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സെൻറ്ററിൽ കണ്ട ആ ഒരു ഹോളില്ലേ, അതിലേക്ക് നമ്മുടെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക. ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ നൂലിനെ ഉടക്കി മുകളിലേക്ക് വലിക്കുക. നമ്മൾ ഇൻസേർട്ട് ചെയ്തു ഹുക്കിനെ, എന്നിട്ട് പുറത്തേക്ക് എടുത്തു. ഓക്കെ, ഇപ്പം നമ്മുടെ ഹുക്കിൽ മെയിനായിട്ട് 3 കെട്ടാണുള്ളത്. 1 2 3. ഓക്കെ, ഇതിൽ 2 എണ്ണത്തിൽ കൂടെ ആദ്യം നമ്മൾ പുൾ ത്രൂ യാൺ ഓവർ ചെയ്യാം. യാൺ ഓവർ പുൾ ത്രൂ ചെയ്യാം. യാൺ ഓവർ ചെയ്തു, പുൾ ത്രൂ 2, ആ 2 എണ്ണത്തെയും കൂടെ നമ്മൾ വലിച്ചെടുത്തു. പുൾ ത്രൂ 2. പിന്നെയും നമ്മളൊന്നും കൂടെ യാൺ ഓവർ ചെയ്യണം. ഓക്കെ, പിന്നെയും നമ്മൾ യാൺ ഓവർ ചെയ്തു, പുൾ ത്രൂ 2. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ഡബിൾ ക്രോഷ നമ്മൾ ചെയ്തു. ഓക്കെ, ഫസ്റ്റത്തെ ഡബിൾ ക്രോഷയാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇപ്പോൾ നമുക്ക് മൊത്തം 2 ഡബിൾ ക്രോഷയാണ് അവിടെ ഉള്ളത്. ആദ്യത്തെ ആക്ച്വലി ഡബിൾ ക്രോഷ അല്ല, പക്ഷേ നമ്മളത് ഡബിൾ ക്രോഷ ആയിട്ടങ്ങ് കൺസിഡർ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതേപോലെ ഒരെണ്ണം കൂടെ ചെയ്യും. അപ്പോൾ മൊത്തത്തിൽ ഡബിൾ ക്രോഷയുടെ 3 എണ്ണമുള്ള ഒരു ക്ലസ്റ്റർ ഡബിൾ ക്രോഷ നമ്മൾ ചെയ്യാണ്. യാൺ ഓവർ, പുൾ ത്രൂ 2, എഗെയിൻ നമ്മൾ യാൺ ഓവർ ചെയ്യുന്നു, പുൾ ത്രൂ 2. അപ്പം മൊത്തം ഇപ്പം 3 ഡബിൾ ക്രോഷയാണത് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അങ്ങനെ 3 ഡബിൾ ക്രോഷയുടെ ഓരോരോ ക്ലസ്റ്ററുകളാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഓരോ ക്ലസ്റ്റർ തീരുമ്പോഴും നമ്മളൊരു കെട്ടിടണം, അതായത് ഒരു സിംഗിൾ ക്രോഷ അവിടെ ചെയ്യണം. ഓക്കെ, അപ്പം ഇതുപോലത്തെ ഒരു 5 എണ്ണം നമ്മൾ ഈ റിങ്ങിൽ ഫുള്ളായിട്ട് ചെയ്യാൻ പോവാം. നമ്മളവിടെ ഒരു കെട്ട് ഓൾറെഡി ഇട്ട് കേട്ടോ. ഇപ്പോൾ ഒന്നുകൂടെ കാണിച്ചു തരാം എങ്ങനെയാണ്. അതിന് മുന്നേ നമ്മൾ അടുത്ത ഡബിൾ ക്രോഷ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിക്കുവാണ്. ഒന്ന് ട്വിസ്റ്റ് ചെയ്തു, സെൻറ്ററിലെ ഹോളിൽ കൂടെ ഇൻസേർട്ട് ചെയ്തു, പുറത്തേക്ക് വലിച്ചു, യാൺ ഓവർ ചെയ്തു, പുൾ ത്രൂ 2 ചെയ്തു, യാൺ ഓവർ ചെയ്തു, പുൾ ത്രൂ 2 ചെയ്തു. ഓക്കെ, ഒരു ഡബിൾ ക്രോഷയാണിത്, ഒറ്റ ഡബിൾ ക്രോഷ. ഇതേപോലെ 2 എണ്ണം കൂടെ ചെയ്യുമ്പോഴാണ് ഒരു ക്ലസ്റ്റർ ആകുന്നത്. അതായത് 3 ഡബിൾ ക്രോഷ ചെയ്യുമ്പോഴാണ് ഒരു ക്ലസ്റ്റർ ആകുന്നത്. നമ്മളതിന് വലിച്ചെടുത്തു, ദെൻ യാൺ ഓവർ ചെയ്തു, പുൾ ത്രൂ 2 ചെയ്തു, യാൺ ഓവർ ചെയ്യുന്നു, പുൾ ത്രൂ 2 ചെയ്യുന്നു. അപ്പോൾ രണ്ടാമത്തെ ഡബിൾ ക്രോഷയായ. ഇനി ഒരു ഡബിൾ ക്രോഷയും കൂടെ അവിടെ വേണം, എന്നാലേ അവിടെ ഒരു ക്ലസ്റ്ററായിട്ട് ഫോം ആക്കാൻ പറ്റുള്ളൂ. 3 ഡബിൾ ക്രോഷയുടെ ക്ലസ്റ്റേഴ്സാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മൾ അടുത്ത ഡബിൾ ക്രോഷ ചെയ്യാൻ പോകണേ. ട്വിസ്റ്റ് ചെയ്തു, ദെൻ ഇൻസേർട്ട് ചെയ്തു, വലിച്ചെടുത്തു, ദെൻ യാൺ ഓവർ, പുൾ ത്രൂ 2, യാൺ ഓവർ, പുൾ ത്രൂ 2. അപ്പോൾ രണ്ടാമത്തെ ക്ലസ്റ്ററായി. 3 ഡബിൾ ക്രോഷീസിൻ്റെ രണ്ടാമത്തെ ക്ലസ്റ്ററായി. ഓരോ ക്ലസ്റ്റർ തീരുമ്പോഴും നമ്മളവിടെ ഒരു നോട്ട് ഇടുന്നുണ്ട്, ഒരു ഗ്യാപ്പിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇടയ്ക്കൊന്ന് മിസ്സായിപ്പോയി. ഓരോ ക്ലസ്റ്റർ കഴിയുമ്പോഴും നമ്മൾ ഓരോ നോട്ട് ഇടുകയാണ്. 3 എണ്ണത്തിൻ്റെ ഓരോ ക്ലസ്റ്റർ കഴിയുമ്പോഴും നമ്മൾ ഓരോ നോട്ട് ഇടും. ഇങ്ങനെ മൊത്തത്തിൽ ആ റിങ്ങിൽ ഫുള്ളായിട്ട് 5 ക്ലസ്റ്റേഴ്സ്, 3 ഡബിൾ ക്രോഷ അടങ്ങുന്ന 5 ക്ലസ്റ്റേഴ്സ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ അവിടെ എത്ര ക്ലസ്റ്റർ ആയെന്നറിയാം? 2 ക്ലസ്റ്റർ, മൂന്നാമത്തെ ക്ലസ്റ്ററിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്കതിലൂടെ എന്തോരം വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല, പക്ഷേ അതിപ്പോൾ ഓൾറെഡി 2 ക്ലസ്റ്റർ നമുക്കുണ്ട്. മൂന്നാമത്തെ ക്ലസ്റ്ററാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, മൂന്നാമത്തെ ക്ലസ്റ്ററിൻ്റെ ലാസ്റ്റത്തെ ഡബിൾ ക്രോഷയും കഴിഞ്ഞു, കെട്ടിട്ടു. ഉണ്ടോ, സിംഗിളായിട്ടൊരു കെട്ടിട്ടു. ദെൻ അഗെയിൻ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. 5 ക്ലസ്റ്റർ ഫോം ചെയ്യുന്നവരെ സെയിം നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഡബിൾ ക്രോഷേഴ്സ് തന്നെയാണ് ചെയ്യുന്നത്. ഡബിൾ ക്രോഷ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് വീഡിയോ കണ്ടാൽ കുറച്ചും കൂടെ ഹെൽപ്ഫുള്ളായിരിക്കും. നമ്മൾ ട്വിസ്റ്റ് ചെയ്തു, ഹോളിൽ കൂടെ ഇൻസേർട്ട് ചെയ്തു, വലിച്ച് പുറത്തെടുത്തു, ദെൻ യാൺ ഓവർ ചെയ്തു, പുൾ ത്രൂ 2, യാൺ ഓവർ, പുൾ ത്രൂ 2. അതാണ് ഒരു ഡബിൾ ക്രോഷ. അതേപോലത്തെ 3 ഡബിൾ ക്രോഷയുടെ ഒരു ക്ലസ്റ്ററാണ്. ഓക്കെ, ഇത് റിപ്പീറ്റഡ്ലി പറയുന്നത് കൺഫ്യൂഷൻ ആകുമെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് റിപ്പീറ്റഡ്ലി പറയുന്നത് കേട്ടോ.
ഓക്കെ, വീഡിയോ കുറച്ചും കൂടെ റിപ്പീറ്റഡായിട്ട് കാണുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും. ഇനീഷ്യൽ ടൈമിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, ലൈക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നവരുണ്ട്, പക്ഷേ കുറച്ച് പാടായിരിക്കും അറിയാൻ വയ്യാത്തവർക്കത് ചെയ്തെടുക്കാൻ. പക്ഷേ ചെയ്തു തുടങ്ങിക്കഴിയുമ്പോൾ ഇറ്റ്സ് വെരി ഈസി. ആൻഡ് ദെൻ നമ്മൾ അടുത്ത നോട്ട് ഇട്ടു. എന്തിനാണ് ഈ നോട്ട് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 5 സൈഡ്സാണ് വേണ്ടുന്നത്. ഓക്കെ, 5 സൈഡ്സ് വേണ്ടുന്ന പോലത്തെ ഒരു ഹെക്സഗനാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അത് ഹെക്സഗൺ എന്ന് പറയുമ്പോൾ 6 ആണ്, പക്ഷേ ആ 6th സൈഡ് നമ്മുടെ ഒരു സൈഡായിട്ടല്ല വരിക, ഐ മീൻ ഒരു കോർണറായിട്ടല്ല വരിക. അതുകൊണ്ടാണ് 5 സൈഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. അത് നമ്മൾ ചെയ്ത് കുറച്ചുകൂടെ മുമ്പോട്ട് മാറുമ്പോൾ ഷേപ്പ് മാറുമ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, നമ്മുടെ ഡബിൾ ക്രോഷ്യ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ റിങ് ഫുൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഈ റിങ് ഫുള്ള് കംപ്ലീറ്റ് ആകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഡബിൾ ക്രോഷ്യ 3 എണ്ണമുള്ള 5 ക്ലസ്റ്റേഴ്സ്, മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ 5 ക്ലസ്റ്റേഴ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇനി ഒരു ക്ലസ്റ്ററും കൂടെ എന്തോ ചെയ്യാനുള്ളൂ, ബാക്കി ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഓക്കെ, ലാസ്റ്റത്തെ നോട്ടും കൂടെ ഇട്ടു. ദെൻ അഗെയിൻ പിന്നെ നമ്മൾ അടുത്ത ക്ലസ്റ്റർ ഉണ്ടാക്കാൻ പോകണം. 5ാമത്തെ ക്ലസ്റ്ററാണത്. നമ്മളതിൽ yarn over, pull through to, yarn over, pull through to. അഗെയിൻ ഇത് 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നു, ട്വിസ്റ്റ് ചെയ്യുന്നു, ഇൻസേർട്ട് ചെയ്യുന്നു, വലിച്ച് പുറത്തേക്ക് എടുക്കുന്നു. ദെൻ yarn over, pull through to, yarn over, pull through to. ഇനി ഒരു ഡബിൾ ക്രോഷ്യം കൂടി ചെയ്യണം. ട്വിസ്റ്റ് ചെയ്യുന്നു, ഇൻസേർട്ട് ചെയ്യുന്നു, പുറത്തേക്ക് എടുത്തു. ദെൻ yarn over, pull through to, yarn over, pull through to. അങ്ങനെ നമ്മുടെ 5 ക്ലസ്റ്ററും കംപ്ലീറ്റ് ആയി. ഓക്കെ, 5 ക്ലസ്റ്ററാണ് മൊത്തത്തിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു വട്ടത്തിലാകുന്നുണ്ട്, നടുക്കത്തെ ആ ഒരു ഹോള് കുറച്ചും കൂടെ ഫോമലായിട്ട് വന്നിട്ടുണ്ട്. ദെൻ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ എൻഡ് തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ പോവാണ്. ഓക്കെ, നമ്മുടെ ഇനിഷ്യലി തുടങ്ങിയ ആ ഒരു അറ്റവും നമ്മളിപ്പോൾ ചെയ്ത് നിൽക്കുന്ന അറ്റവും കൂടെ നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ട് നമ്മൾ കൂട്ടി യോജിപ്പിക്കാൻ പോവാം. ആദ്യത്തെ ആ നോട്ടിൽ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തു, എന്നിട്ട് നമ്മുടെ നൂലതിലൂടെ വലിച്ച് പുറത്തേക്ക് എടുത്തു. ദെൻ നമ്മൾ ഓൾറെഡി ഒരു ഹോൾ കയ്യിലുണ്ടായിരുന്നല്ലോ, അതിലേക്ക് എടുത്തിട്ട് ഇതൊരു സ്ലിപ്പ് നോട്ട് അഥവാ സ്ലിപ്പ് സ്റ്റിച്ച് എന്നാണ് പറയുക. നമ്മൾ ജസ്റ്റ് അതിലേക്ക് ജോയിൻ ചെയ്തു, അത്രയേ ഉള്ളൂ. ഇപ്പോൾ കാണുമ്പം ഏകദേശം കറക്റ്റ് റൗണ്ടിലല്ല, അതായത് ഓരോരോ സൈഡ്സ് ആയിട്ടായിരിക്കും കാണുക. അങ്ങനെയാണ് വേണ്ടുന്നത്. ഇതാണ് ആക്ച്വൽ ചെയ്യേണ്ട കാര്യം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷർട്ടിൻ്റെ സൈസ് എത്രയാണോ നിങ്ങൾക്ക് വേണ്ടുന്നത് ആ സൈസ് അനുസരിച്ച് നമ്മൾ ബാക്കി ഒരു സിംഗിൾ ക്രോഷ്യ താഴേക്ക് ചെയ്യാൻ പോകുക. ഇത് ആക്ച്വലി ഷർട്ടിൻ്റെ ഇറക്കം എന്തോരം ഉണ്ടാവുമെന്നാണ് അത് വരാൻ പോകുന്നത്. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീഡിയം സൈസ് ആണെങ്കിൽ 60 ഒക്കെ വെച്ചാൽ മതി. ഞാൻ മീഡിയത്തിലും കുറച്ചും കൂടെ ലെങ്തി ആയിട്ടുള്ളൊരു ഷർട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടൊരു 70 നമ്പർ സിംഗിൾ ക്രോഷ്യായിട്ടാണ് ചെയ്യുന്നത്. കണ്ടോ, നമ്മൾ നേരത്തെ സിംഗിൾ ക്രോഷ്യ ചെയ്തല്ലോ, അതിൻ്റെ ഒരു 70 എണ്ണം ആ നോട്ട് നമ്മൾ കൗണ്ട് ചെയ്ത് 70 എണ്ണം നമ്മൾ ചെയ്യണം. അത് എത്ര എണ്ണം ഒന്നിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് സ്പീഡ് കൂട്ടിയിട്ടിരിക്കുന്നത്. ഓക്കെ, ഒരു 70 എണ്ണം നമ്മളതുപോലെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യാം. എണ്ണം മറന്നു പോകല്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ കണക്ക് ഫുള്ള് തെറ്റിപ്പോകും. ഓക്കെ, ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഒരു 70 എണ്ണം ആകുമ്പോഴത്തേക്കും ബാക്കി നമുക്ക് ചെയ്യാം. ഇത് ആക്ച്വലി ഷർട്ടിൻ്റെ പകുതി ചെയ്യാനുള്ള പരിപാടിയാണ് നമ്മളിപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. പകുതി എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ അതാണ് ഒരു സൈഡ് ചെയ്യാനുള്ള പരിപാടിയാണ് നമ്മളിപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഒരു 70 കൗണ്ട് ആയിട്ടുണ്ട്. എണ്ണം മറന്നു പോലെ തെറ്റിപ്പോവും. 70 എണ്ണം നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തേക്കുവാണ്. നെക്സ്റ്റ് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ആ 70ാമത്തതിൽ നിന്ന് നമ്മൾ പിന്നെയും ഒരു 3 എണ്ണം എക്സ്ട്രാ കൂടെ ചെയ്യാൻ പോവാം. ഈ 3 എണ്ണം നമ്മൾ ആദ്യം ഓർക്കുന്നുണ്ടോ, ആദ്യത്തെ ആ ക്ലസ്റ്ററിൽ നമ്മൾ ഫസ്റ്റത്തെ ഡബിൾ ക്രോഷറ്റ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഈ സിംഗിൾ ക്രോഷറ്റ് വെച്ച് തന്നെയാണ് നമ്മൾ ചെയ്തത്. അതേപോലെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. ഒരു 3 എണ്ണം സിംഗിൾ ക്രോഷറ്റ് ചെയ്യാൻ പോകണം. 1 then 2 and then 3. ഇപ്പം 3 എണ്ണം ആയിട്ടുണ്ട്. ഇനി നമ്മൾ നിർത്തിയ പോർഷനില്ലേ, അതായത് 70 എണ്ണം വരെ കൗണ്ട് ചെയ്ത് നിർത്തിയ ഒരു പോർഷൻ ഉണ്ടല്ലോ ഈ 3 എണ്ണത്തിന് മുന്നേ, അവിടെ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പോകണം. ഓക്കെ, നമ്മൾ ഡബിൾ ക്രോഷറ്റ് ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ട്വിസ്റ്റ് ചെയ്തത്. ഹുക്ക് ഇൻസേർട്ട് ചെയ്തു, വലിച്ചെടുത്തു. ദെൻ yarn over, pull through to, yarn over, pull through to. കാണാൻ പറ്റുന്നുണ്ടെന്നുള്ളൂടെ, പെട്ടെന്ന് ക്യാമറയുടെ ആംഗിൾ കുറച്ച് വ്യത്യാസം വരുന്നുണ്ട് ഇടയ്ക്ക്. പക്ഷേ ചെയ്ത സംഭവം നമ്മൾ നേരത്തെ ചെയ്ത അതേ തന്നെയാണ് കേട്ടോ. നമ്മൾ ആ സെയിം ഹോളിൽ റിപ്പീറ്റ് ചെയ്ത്
3 തവണ ചെയ്യുന്നു. ഓക്കെ, 3 തവണയാണ് ചെയ്യേണ്ടത്. ഡബിൾ ക്രോഷറ്റ് 3 തവണ ചെയ്യണം. ഡബിൾ ക്രോഷറ്റിൻ്റെ ഓൾറെഡി കണ്ടതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ലായിരിക്കാം. കൺഫ്യൂഷൻ ഉള്ളവർ ഒന്നുകൂടെ ആ ഇനീഷ്യൽ പോർഷൻ പോയി കണ്ടാൽ മതി. ട്വിസ്റ്റ് ചെയ്തു, ആ ഹോളിൻ്റെ അകത്തൂടെ ഇൻസേർട്ട് ചെയ്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ അടുത്ത 3 കൗണ്ട് ചെയ്യുക. 1 2 3. മൂന്നാമത്തതിൽ നമ്മൾ കൊണ്ട് പിന്നെയും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അവിടെയാണ് നമ്മൾ അടുത്ത ഡബിൾ ക്രോഷറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മൂന്നാമത്തിൻ്റെ അവിടെ കൊണ്ട് ഇൻസേർട്ട് ചെയ്യുക. അതുപോലെ ആദ്യം നിങ്ങൾ ആ സിംഗിൾ ക്രോഷറ്റ് ചെയ്യുമ്പോൾ ഒത്തിരി ടൈറ്റായിട്ട് ചെയ്യൽ, ഇച്ചിരി ലൂസാക്കി വേണം ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്കിത് ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല കേട്ടോ. അപ്പോൾ 3 കൗണ്ട് ചെയ്തു, അതിൽ കൊണ്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്തു. ദെൻ ഓൾറെഡി നമ്മളിവിടെ ഒരെണ്ണം ട്വിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ യാൺ ഓവർ ചെയ്തു, പുൾ ത്രൂ 2 ചെയ്തു, എഗെയിൻ യാൺ ഓവർ ചെയ്യുന്നു, പുൾ ത്രൂ 2 ചെയ്ത്. ആ ഡബിൾ ക്രോഷറ്റ് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ സിംഗിൾ ക്രോഷറ്റിൻ്റെ അകത്ത് 3 നോട്ടിന് ഗ്യാപ്പിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ള വ്യത്യാസം. ബാക്കിയെല്ലാം സെയിം ആണ്. പുൾ ത്രൂ ചെയ്തു, യാൺ ഓവർ ചെയ്തു, പുൾ ത്രൂ ചെയ്തു. ഓക്കെ, അവിടെ 3 ആവുന്ന വരെ ഇത് റിപ്പീറ്റ് ചെയ്യുവാണ്. ഓക്കെ, യാൺ ഓവർ, പുൾ ത്രൂ 2, യാൺ ഓവർ, പുൾ ത്രൂ 2. അങ്ങനെ റിപ്പീറ്റ് ചെയ്യണം. ഇനി അടുത്ത 3-ാമത്തെ നോട്ട് ഇതിപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ആ ലെങ്ത്ത് ഫുള്ള് നമ്മൾ ചെയ്യണം. 3 നോട്ട് കഴിഞ്ഞ് അടുത്ത തവണ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. അവിടെ ഡബിൾ ക്രോഷറ്റിൻ്റെ 3 റിപ്പീറ്റ് ചെയ്യുന്നു. 3 ഒരു ക്ലസ്റ്റർ നമ്മൾ പറഞ്ഞില്ലേ, ആ ക്ലസ്റ്റർ റിപ്പീറ്റ് ചെയ്ത് വരുവാണ്. അവിടെ നമ്മൾ പിന്നെ ഇത് നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെയാണ്. പിന്നെ കാണുമ്പോൾ മനസ്സിലാകുവാണെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ആഡ് ചെയ്തേക്കുന്നത്. റിപ്പീറ്റ് ചെയ്യുക ഡബിൾ ക്രോഷറ്റിൻ്റെ, പിന്നെ റിപ്പീറ്റ് ചെയ്യുക 3 തവണ. അത് കഴിയുമ്പോൾ പിന്നെ 3 നോട്ട് മാറ്റി അടുത്ത ഡബിൾ ക്രോഷറ്റിൻ്റെ സെറ്റ് ചെയ്യുക, അതായത് ക്ലസ്റ്റർ ചെയ്യുക. ഇത് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ഈ 70 നോട്ട് പറഞ്ഞില്ലേ, അത് ഫുള്ള് ഇത് ചെയ്യണം. ഓക്കെ, ഫുള്ള് ചെയ്താൽ നമ്മൾ ആദ്യത്തെ മാജിക് റിങ്ങിൻ്റെ അവിടം വരെ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകണം. കണ്ടോ, 3 ക്ലസ്റ്റർ കണ്ടോ, ഇടയ്ക്കൊരു ഗ്യാപ്പ് വരും. ഇങ്ങനെ 3 ക്ലസ്റ്ററായിട്ട് നമ്മൾ ആ ലെങ്ത്ത് ഫുള്ള് ഇത് ചെയ്യാം. ഇവിടം വരെ ചെയ്ത് വരാം. ഓക്കെ, ഇങ്ങനെ അറ്റം വരെ ചെയ്ത് വരുമ്പോഴത്തേക്കും ബാക്കി പറയാം. ഓക്കെ, അവിടം വരെ ചെയ്തിട്ട് ഇനി ബാക്കി കാണിക്കാവേ. ഇച്ചിരി ലെങ്തി പ്രോസസ്സാണ്. ഓക്കെ, നമ്മൾ അവിടം വരെ ചെയ്തിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ റിങ്ങിലേക്ക് ഇതേപോലെ ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ആ ലെങ്ത്തിൽ ഫുള്ള് അത് ചെയ്തതിന് ശേഷം ലാസ്റ്റ് റിങ്ങിൻ്റെ പോർഷൻ ആകുമ്പോഴത്തേക്കും, റിങ്ങിൽ ഓൾറെഡി നമ്മൾ 5 ക്ലസ്റ്ററിലായിരുന്നു. അപ്പോൾ ഓരോ ക്ലസ്റ്ററിൻ്റെ ഇടയ്ക്ക് ഓരോ ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിലേക്കാണ് നമ്മളിനി അടുത്ത ഒരു ക്ലസ്റ്ററിനെ ആഡ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഓരോരോ ക്ലസ്റ്റേഴ്സ് 1 2 3 4 5 ക്ലസ്റ്ററുണ്ട്. ഫസ്റ്റ് ക്ലസ്റ്റർ കഴിയുമ്പോൾ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിനിടയ്ക്ക് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. അവിടെ നമ്മൾ ഇതുപോലെ ഒരു ഡബിൾ ക്രോഷറ്റിൻ്റെ 3 ഉള്ള ഒരു സെറ്റ് ചെയ്യുന്നു. നമ്മളിത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം തന്നെ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇത് ഏകദേശം അവിടെ ഒരു കോർണർ പോലെ വരേണ്ട പോർഷനാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കോർണേഴ്സ് വരുമ്പോൾ നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എക്സ്ട്രാ ഒരു നോട്ടും കൂടി ഇട്ട് കൊടുക്കും. നമ്മൾ ആദ്യമേ റിങ് ചെയ്തപ്പോൾ ഓരോ നോട്ട് എക്സ്ട്രാ ഇട്ടിട്ട് ചെയ്തില്ലേ, അതുപോലെ തന്നെ നമ്മൾ ഡബിൾ ക്രോഷറ്റിൻ്റെ 3-ാമത്തെ സെറ്റാണ് ചെയ്യുന്നത്. ഒരെണ്ണം ചെയ്തു, 2 ചെയ്തു, ഇത് 3-ാമത്തെയാണ്, അതായത് ഒരു ക്ലസ്റ്ററായി. ഇനി നമ്മളവിടെ ഒരു നോട്ട് ഇടണം. അവിടെ ഒരു നോട്ട് ഇട്ടാലേ അതൊരു കോർണർ, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ല, അതൊരു കോർണർ പോർഷനാണ് ആക്ച്വലി. അപ്പോൾ ആ കോർണർ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു നോട്ട് ഇടണം. മനസ്സിലാകുന്നുണ്ടോ? അവിടെ നമ്മളൊരു നോട്ട് ഇടുമ്പം അതൊരു കോർണർ, അല്ലെങ്കിൽ അതൊരു സൈഡാക്കി വരണ്ടേ, സൈഡിന് ജസ്റ്റ് ഒന്ന് ഷാർപ്പനാക്കാൻ വേണ്ടിയിട്ട്, ആ എഡ്ജ് ഒന്ന് ഷാർപ്പനാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു നോട്ട് ഇടണം. ഇത് ആക്ച്വലി ഇപ്പോൾ ഒരു 6 സൈഡ്സ് ഇതിൽ കാണുന്നുണ്ട്. അതിൽ ഒരു കോർണറാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോർണേഴ്സ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഒരു നോട്ട് ഇടണം. ഈ കാണുന്ന ഹോൾസ് കണ്ടോ, ആ ഓരോരോ ഹോൾസിലാണ് നമ്മളിനി അടുത്തടുത്ത ക്ലസ്റ്റേഴ്സ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ചെയ്ത് വരുമ്പോഴത്തേക്കും മനസ്സിലാവുക. ഇപ്പോൾ കാണുമ്പോൾ ചെറുക്കൊരു കൺഫ്യൂഷൻ വരുമായിരിക്കും, കുഴപ്പമില്ല, അത് നമുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ ആയിക്കോളും. ഇനി നമ്മൾ ഇവിടെ ഒരു നോട്ട് ഇടണം കേട്ടോ. ഇതിപ്പോൾ ഓരോ സൈഡ്സ് ഏതൊക്കെയാണെന്ന് കാണിച്ചു തരുന്നത്. ഇവിടെ ഒരു സൈഡാണ്, അതിൻ്റെ ഒരു കോർണറാണ്. കോർണർ വരുമ്പോൾ നമ്മളൊരു നോട്ട് ഇടണം. കോർണർ വരുമ്പോൾ ഉള്ളത് എന്നാന്ന് വെച്ചാൽ നമ്മൾ സെയിം ഹോളിൽ തന്നെയാണ് 2 ക്ലസ്റ്ററും ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു ഹോളിലല്ലേ ഒരു ക്ലസ്റ്റർ ചെയ്തുകൊണ്ടിരുന്നത്,
അവിടെ നോട്ട് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത ക്ലസ്റ്ററും അതേ ഹോളിൽ തന്നെ നമ്മൾ ചെയ്യണം. നോക്കിക്കോണേ, നമ്മൾ ആദ്യം ചെയ്ത അതേ ഹോളിൽ തന്നെ അടുത്ത ക്ലസ്റ്ററും ചെയ്ത് കോർണർ വരുമ്പോൾ മാത്രം ഇങ്ങനെ ചെയ്യത്തുള്ളേ, അല്ലാത്തപ്പോൾ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും അല്ലേ? പറഞ്ഞ് ഒത്തിരി കൺഫ്യൂഷൻ ആക്കുന്നുണ്ടോ? അതിൽ ഇൻസേർട്ട് ചെയ്യുക. ഡബിൾ ക്രോഷേ തന്നെയാണ് കേട്ടോ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഡബിൾ ക്രോഷേ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡബിൾ ക്രോഷേ 3 എണ്ണമുള്ള ഓരോരോ ക്ലസ്റ്റേഴ്സ്. ഇത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പിന്നെ ചെയ്തുകൊണ്ടിരിക്കണം. ആക്ച്വലി ഇത് കുറച്ച് ലെങ്തി പ്രോസസ്സാണ്. ബിക്കോസ് ഇതൊരു മൊത്തം ഒരു ഷർട്ട് ആയതുകൊണ്ടോ അവിടെ ഒരു കോർണർ വന്നതുകൊണ്ടോ നമ്മൾ രണ്ടാമത്തെ സെറ്റ് ചെയ്തപ്പോൾ കോർണർ വന്നു. അടുത്ത ഹോളിലേക്ക് നമ്മൾ, അതായത് അടുത്ത സെപ്പറേഷൻ വരുമല്ലോ, അവിടെ നമ്മൾ 3 എണ്ണം ഉള്ളതിൻ്റെ 3 എണ്ണം കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ഒരു കോർണർ പോർഷൻ തന്നെയാണ്. അതുകൊണ്ട് അവിടെ നമ്മൾ ആദ്യം ഒരു ക്ലസ്റ്റർ ഇടാൻ പോവാണ്. ഒരു ഡബിൾ ക്രോഷേ, 2 ഡബിൾ ക്രോഷേ, ദെൻ മൂന്നാമത്തെ ഡബിൾ ക്രോഷേ, മൂന്നാമത്തെ ഡബിൾ ക്രോഷാണ് ചെയ്തത് കേട്ടോ. കോർണർ വരേണ്ടതുകൊണ്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യണം, ഒരു നോട്ട് ഇടാൻ പോവാണ്. കോർണർ ആവുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരുവാണ്. കോർണറുള്ള പോർഷനിലൊക്കെ നമ്മൾ ഒരു നോട്ട് ഇട്ടു. ദെൻ എഗെയിൻ ആ ഹോളിൽ തന്നെ നമ്മൾ അടുത്ത ഡബിൾ ക്രോഷേ ചെയ്യാൻ പോവാം. അടുത്ത ഡബിൾ ക്രോഷയുടെ ക്ലസ്റ്റർ. ഒരു ഡബിൾ ക്രോഷേ ചെയ്തു, രണ്ടാമത്തെ ഡബിൾ ക്രോഷേ ചെയ്യുന്നു, ദെൻ അഗെയിൻ മൂന്നാമത്തെ ഡബിൾ ക്രോഷേ ചെയ്യുന്നു. ഓൾറെഡി കണ്ടു കാണുമായിരിക്കുമല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ അവിടെ അടുത്ത കോർണർ വന്നു. ഇപ്പോൾ 2 കോർണറായേ. ഇനി നമുക്കൊരു 3 കോർണറും കൂടിയാണ് മിച്ചമുള്ളത്. ഓക്കെ, 1, 2 കോർണറായി. ഇനി അടുത്ത കോർണറായിരിക്കും ആ വരുന്ന പോർഷൻ, ആ ഹോൾ കാണുന്ന പോർഷൻ അടുത്ത കോർണറായിരിക്കും. അപ്പോൾ ഇതേ പ്രൊസീജിയർ നമ്മൾ അവിടെയും റിപ്പീറ്റ് ചെയ്യാം. ആദ്യം ഒരു ക്ലസ്റ്റർ ഇടുക, നോട്ട് ഇടുക, അടുത്ത ക്ലസ്റ്റർ ഇടുക, അപ്പോൾ ഒരു കോർണറാവും. ഓക്കെ, ഇപ്പോൾ ചെയ്ത പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. yarn over, pull through 2, yarn over, pull through 2, again twist ചെയ്യുന്നു, hook insert ചെയ്യുന്നു, yarn over, pull through 2, yarn over, pull through 2. അതേപോലെ ഇതൊരു ക്ലസ്റ്ററാണ്, 3 എണ്ണമുള്ള ഒരു ക്ലസ്റ്ററാണിത്. ഐ നോ ദാറ്റ് ഇത് കുറച്ച് കൺഫ്യൂസിങ് ആണ്, പക്ഷേ കുറച്ച് നേരം ഒന്ന് ശ്രദ്ധിക്കണം. നമ്മളൊരു നോട്ട് അവിടെ ഇട്ടു, ദെൻ നമ്മൾ അത് ഒരു കോർണർ ആയതുകൊണ്ട് അടുത്ത ക്ലസ്റ്റർ സെയിം ഹോളിൽ തന്നെ ഇടുക. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ, ഒരു ഷേപ്പ് ഫോം ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും അല്ലേ? ഓക്കെ, അങ്ങനെ ആ കോർണറും ചെയ്തു. ഇനി നമ്മൾ ബാക്കി പോർഷനും കൂടെ കംപ്ലീറ്റ് ചെയ്യുവാണ്. അവിടെയും ഒരു കോർണർ വരും. അപ്പോൾ 1, 2, 3 ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന 4ാമത്തെ കോർണർ ചെയ്ത് വരുമ്പോഴത്തേക്കും ഇങ്ങനെ 1, 2, 3, 4 കണ്ടോ? 1, 2, 3, 4 4 കോർണറായിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ഇട്ട ഒരു ഹോളല്ലേ, അത് ആദ്യം നമ്മൾ ക്ലസ്റ്റർ ഫോം ചെയ്ത ആ ഒരു സ്റ്റിച്ചിൻ്റെ അകത്തേക്ക് പോവുക. അവിടെ നമ്മളൊന്നും കൂടി ഇത് റിപ്പീറ്റ് ചെയ്യാം. ഇത് ചെയ്ത് തുടങ്ങുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർക്ക് കാണുമ്പോൾ നല്ല കൺഫ്യൂഷൻ തോന്നുന്നുണ്ടാവും. നമ്മളൊന്ന് ചെയ്ത് തുടങ്ങുമ്പോൾ ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടുവേ. ഇപ്പം എത്രയുണ്ട്? 1, 2, 3, 4 നമ്മുടെ ഹുക്ക് വന്ന് നിൽക്കുന്നത് 5th ഒരു ഇതായിട്ട് ഇപ്പോൾ കണ്ട ഒരു ഷേപ്പ് കണ്ടില്ലേ? 5 സൈഡ്സ് ഉള്ള ഒരു പോലെ ഒരു ഷേപ്പ് കിട്ടിയില്ലേ? ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഓൾറെഡി ലെങ്ത് വൈസ് നമ്മൾ ചെയ്തല്ലോ, അതിൽ ഓരോ ഹോളിൻ്റെ അകത്തേക്ക് ഇനി നമ്മൾ ഓരോ ക്ലസ്റ്റേഴ്സ് ഡബിൾ ക്രോഷേറ്റിൻ്റെ 3 എണ്ണമുള്ള ഓരോ ക്ലസ്റ്റർ ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇതാണ് കണ്ടോ? ഇതിൻ്റെ ലെങ്ത്തിൽ നമുക്ക് കാണാം, കുറേ ഹോൾസ് കാണാം, വലിയ ഹോൾസ് കാണാം, ചെറിയ ഹോൾസ് കാണാം അല്ലേ? അതിൽ ചെറിയ ഹോൾസിലാണ് നമ്മൾ ഇനി പരിപാടി ചെയ്യേണ്ടത് കേട്ടോ. ഇതൊക്കെ വലിയ ഹോൾസ് ഉണ്ടോ? വലിയ ഹോൾസും കാണാം, ചെറിയ ഹോൾസും കാണത്തില്ലേ? ഓരോ ക്ലസ്റ്ററിൻ്റെയും പൊക്കത്ത് ഓരോ ചെറിയ ഹോൾ കാണുന്നതുണ്ടോ? ഇപ്പോൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ 3 എണ്ണത്തിൻ്റെ ക്ലസ്റ്ററിൻ്റെ ടോപ്പിലായിട്ടൊരു ചെറിയ ഹോൾ കാണാം. ഒന്ന് നോക്കണേ. അതായത് നമ്മൾ ട്വിസ്റ്റ് ചെയ്തു, ഒരു ക്ലസ്റ്റർ എടുത്താൽ ക്ലസ്റ്ററിൻ്റെ മണ്ടയ്ക്ക് കണ്ടോ, ക്ലസ്റ്ററിൻ്റെ ടോപ്പിൽ ഒരു ചെറിയ ഹോൾ കാണാൻ പറ്റുന്നില്ലേ?
അതിലാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നത് മിസ്റ്റേക്കൺലി ഞാൻ ഫസ്റ്റത്തെ ക്ലസ്റ്റർ മിസ് ചെയ്തുകൊണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അത് വലിയ വ്യത്യാസം തോന്നുന്നില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ അത് മിസ്സാക്കല്ലേ. നമ്മൾ ആ ക്ലസ്റ്ററിൻ്റെ ടോപ്പിലുണ്ടായിരുന്ന ഹോളിൽ നമ്മൾ അടുത്ത് ഡബിൾ ക്രോഷേഡ് സെറ്റ് ചെയ്യാൻ പോകണം. ഒരെണ്ണം ചെയ്തു, ഇത് രണ്ടാമത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദെൻ അഗെയിൻ ഒരെണ്ണം കൂടെ നമ്മളതിൽ ചെയ്യാം. അപ്പോൾ അവിടെ ഒരു ക്ലസ്റ്റർ ഫോം ചെയ്തു. ഓക്കെ, ദെൻ ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. താഴെ കാണാൻ പറ്റുന്നില്ലേ, താഴെയുള്ള ക്ലസ്റ്ററിൻ്റെ എല്ലാം ടോപ്പിൽ ഓരോ ഹോൾസ് ഉണ്ട്. ആ ഹോൾസിലെല്ലാം നമ്മൾ ഈ 3 ഡബിൾ ക്രോഷയുടെ സെറ്റ് റിപ്പീറ്റ് ചെയ്ത് വരിക. ഓക്കെ, ഹോളിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു, അവിടെ നമ്മളൊരു ഡബിൾ ക്രോഷ ചെയ്തു, അടുത്ത ഡബിൾ ക്രോഷ ചെയ്യുക. ദെൻ പിന്നെ അടുത്ത ഡബിൾ ക്രോഷ. അപ്പോൾ 3 ഡബിൾ ക്രോഷ ആ ഒരു ഹോളിൽ ചെയ്തു. നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സാണ് കേട്ടോ. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യണം. ആ ലെങ്ത്ത് ഫുള്ള് നമ്മൾ ചെയ്യണം. ഓരോ ക്ലസ്റ്ററിൻ്റെയും പൊക്കത്ത് ഓരോരോ ഹോൾസ് ഉണ്ടല്ലോ, അവിടെ നമ്മളിത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യണം. സ്പീഡിലിട്ടിരിക്കുന്നതെന്നു വെച്ചാൽ ഓൾറെഡി കണ്ട പോർഷൻ തന്നെയാണ്, മീൻസ് അതിനെ റിപ്പീറ്റ് ചെയ്താൽ മതി. ഞാൻ പിന്നെ എന്നാലും ഒന്ന് ജസ്റ്റ് അറിയാൻ വേണ്ടി കാണിക്കുന്നുള്ളൂ. ആ ലെങ്ത്ത് ഫുള്ള് നമ്മൾ ഇവിടം വരെ അത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പം നമ്മളത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തേക്കുവാണ്. അപ്പം ഒന്ന് ചുറ്റി വന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ ലാസ്റ്റത്തെ നോട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ലാസ്റ്റ് അവിടെ നമ്മൾ സെയിം ചെയ്ത് അത് തന്നെ റിപ്പീറ്റ് ചെയ്യുക. ആ ടോപ്പിലുള്ള ചെറിയ ഹോളിൽ നമ്മൾ അടുത്ത ഒരു ക്ലസ്റ്ററും കൂടെ ചെയ്യുവാണ്, 3 ഡബിൾ ക്രോഷത്തിൻ്റെ. അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ആക്ച്വലി ഇനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ സെയിം പ്രോസസ്സ് ഈ എൻറ്റയർ ലെങ്ത്തിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇപ്പം നമ്മൾ ആദ്യത്തെ നമ്മൾ ആ ഒരു 70 നോട്ടുണ്ടായിരുന്നൊരു ചെയിൻ ഇട്ടത് ഓർമ്മയുണ്ടോ? ആ ചെയിനിലാണല്ലോ നമ്മളിപ്പോൾ ഇത് ഫുള്ള് ചെയ്തത്. ഇതിന് ഫുള്ള് നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അതിനായിട്ട് നമ്മളിനി ഒരു 3 സിംഗിൾ ക്രോഷ് ചെയ്യുക, 3 ദെൻ നമ്മൾ നമ്മുടെ ക്ലോത്ത് തിരിച്ചിടുക. ചെയ്യാനുള്ള എളുപ്പത്തിന് നമ്മുടെ ക്ലോത്ത് നമ്മൾ തിരിച്ചിട്ടു. ഓക്കെ, ഇനി എന്നാ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇനി ഈ കാണുന്ന വലിയ വലിയ ഹോൾസ് കണ്ടോ, ഈ ഹോൾസിലാണ് നമ്മൾ അടുത്ത ക്ലസ്റ്റേഴ്സ്. ഇനി ത്രൂ ഔട്ട് ദ പ്രോസസ്സ് ഇതാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ആ വലിയ ഹോൾസിൻ്റെ ഇടയ്ക്കാണ് നമ്മളിനി ഓരോ ക്ലസ്റ്ററുകൾ ആഡ് ചെയ്യാൻ പോകുന്നത്. ഡബിൾ ക്രോഷേറ്റിൻ്റെ 3 ഉള്ള ഓരോരോ ക്ലസ്റ്റേഴ്സ് ഈ ഓരോ ഹോൾസിൽ നമ്മൾ ടൈ ചെയ്ത് കൊടുക്കാൻ പോകണേ. നേരത്തെ അതേ പ്രൊസീജിയർ തന്നെ, ഇടുന്നത് ഇച്ചിരി വ്യത്യാസമുള്ള സ്ഥലത്താണെന്ന് മാത്രമേ ഉള്ളൂ. അത് റിപ്പീറ്റ് ചെയ്യാം. ഫസ്റ്റത്തെ ഡബിൾ ക്രോഷേ ഇട്ടു, ഇനി നമ്മൾ അതിൽ തന്നെ 2 കൂടി ഇടണം. അപ്പോൾ ഒരു സെറ്റായല്ലോ. നമ്മളത് റിപ്പീറ്റ് ചെയ്യാം. ഒന്നും കൂടെ ചെയ്യാം. അപ്പോഴത്തേക്ക് ഫസ്റ്റ് സെറ്റ് കംപ്ലീറ്റ് ആകും കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് ഫുള്ള് ലെങ്ത്തിൽ അങ്ങ് റിപ്പീറ്റ് ചെയ്യുക. ഫുള്ള് ലെങ്ത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ആദ്യത്തെ ഒരു പെൻറ്റഗൺ ഉണ്ടല്ലോ, ആക്ച്വലി ഇറ്റ്സ് കോൾഡ് ഹെക്സഗൺ, ബട്ട് ഇപ്പോൾ ഇത് കണ്ട ഒരു പെൻറ്റഗണിൻ്റെ ഷേപ്പാണ്. അതുകൊണ്ട് നമ്മൾ ആ ഒരു ഇതിൽ ഫുൾ അതങ്ങ് ചെയ്യാം. ഒരു സൈഡ് ഈ ലെങ്ത്തിൽ പോയല്ലോ, അതുകൊണ്ടാണ് ഇത് പെൻറ്റഗൺ പോലെ ഇരിക്കുന്നത് കേട്ടോ. വിച്ച് ഇസ് എ ഗ്രാനി സ്ക്വയർ ആണ് ഇത്. ഗ്രാനി സ്ക്വയറിൻ്റെ ഹെക്സഗൺ വെച്ചിട്ടുള്ള ഷർട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, എൻറ്റയർ പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണ്. ആ ഡബിൾ ക്രോഷേറ്റിൻ്റെ ഒരു ക്ലസ്റ്റർ ഇടുന്ന പരിപാടി നമ്മൾ ആ ലെങ്ത്ത് ഫുള്ള് റിപ്പീറ്റ് ചെയ്ത് ഇനി ആ ടോപ്പിലെ പോർഷൻ, നമ്മുടെ റിങ് വരുന്ന പോർഷൻ വരെ നമ്മൾ പിന്നെ അവിടെ വരെ ചെല്ലുന്നു. റിങ്ങിൻ്റെ സൈഡ് ഫുള്ള് നമ്മളിടുന്നു. അങ്ങനെ ഫുള്ള് ചെയ്തതാട്ടോ. ഇതിപ്പോൾ റിങ്ങിൻ്റെ അവിടം വരെ വന്നിട്ടുള്ളൂ. റിങ്ങിൻ്റെ ആ ഹോളിൽ നമ്മൾ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. കോർണർ വരുമ്പോൾ എന്ത് ചെയ്യുന്നു, ഒരേ ഹോളിൽ 2 ക്ലസ്റ്റർ ഇട്ടിട്ട് നോട്ടിട്ട് കൊടുക്കുന്നു. ഓക്കെ, അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഓൾറെഡി കണ്ട അതേ പ്രൊസീജിയർ തന്നെയാണ്, സെയിം നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഒരു ഡബിൾ ക്രോഷേ, അടുത്ത ഡബിൾ ക്രോഷേ, ദെൻ അഗെയിൻ അടുത്ത ഡബിൾ ക്രോഷേ. ഓക്കെ, ഇനി അവിടെ ഒരു ഗ്യാപ്പ്, ഓൾറെഡി ഡബിൾ ക്രോഷയുടെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വരുമല്ലോ, ആ ഗ്യാപ്പിലാണ് നമ്മൾ ഇനി ഇട്ട് കൊടുക്കുന്നത്. അതായത് ഒരു സൈഡിലാണ് വരുന്നതെങ്കിൽ അവിടെ ഒറ്റ ക്ലസ്റ്റർ മതി. കോർണറിലാണെങ്കിൽ 2 ക്ലസ്റ്റർ. മനസ്സിലായോ?
സൈഡിലാണെങ്കിൽ ഒറ്റ ക്ലസ്റ്റർ. ഇത് സൈഡിലത്തെയാണ്. സൈഡിലത്തെ ആയതുകൊണ്ട് എന്താ ചെയ്യുക, നമ്മുടെ ഒരൊറ്റ ക്ലസ്റ്റർ എടുത്തുള്ളൂ. അതായത് 3 ഡബിൾ ക്രോഷയുടെ ഒരു ക്ലസ്റ്റർ. 1 ദെൻ 2 3 ഡബിൾ ക്രോഷയുടെ ഒരു ക്ലസ്റ്ററിലായിട്ടുള്ളൂ. അത് സൈഡ് ആയിട്ടാണ്. ഇനി നമ്മൾ കോർണർ വരുമ്പം ഇതേപോലെ 2 എണ്ണം ചെയ്യണം. ആദ്യത്തെ ഒരെണ്ണം ചെയ്യുന്നു, ദെൻ നോട്ട് ഇടുന്നു, ദെൻ അടുത്ത ക്ലസ്റ്റർ ചെയ്യുന്നു. കണ്ടോ, കോർണർ വരുമ്പം 2 ക്ലസ്റ്ററാണ് ചെയ്യുന്നത്. 2 ക്ലസ്റ്ററിൻ്റെ ഇടയ്ക്ക് ഒരു നോട്ട് ഇടും. കണ്ടോ, അതൊരു കോർണറായിട്ട് ഫോം ചെയ്താൽ കണ്ടോ. സെയിം നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. സൈഡ്സിൽ ഇടയ്ക്കുള്ളതിനാണെങ്കിൽ ഒറ്റ ക്ലസ്റ്റർ, കോർണർ ആണെങ്കിൽ 2 ക്ലസ്റ്റർ. ക്ലസ്റ്റർ എന്ന് പറയുമ്പോൾ ഓർക്കുക, അതിൽ 3 ഡബിൾ ക്രോഷേ ആയിരിക്കും ഒരു ക്ലസ്റ്ററിൻ്റെ അകത്ത്. ഓക്കെ, അങ്ങനെ നമ്മളത് റിപ്പീറ്റ് ചെയ്ത് ഫുള്ള് ചെയ്യാം. കോർണർ 2 ക്ലസ്റ്റർ, ഇടയ്ക്കുള്ളത് ഒറ്റ ക്ലസ്റ്റർ. 2 ക്ലസ്റ്റർ വരുമ്പോൾ ഓർക്കുക, ഒരെണ്ണം കഴിഞ്ഞാൽ നമ്മൾ ഒരു നോട്ട് ഇടാം. പറയുമ്പോൾ കൺഫ്യൂസ്ഡ് ആവാൻ തോന്നുന്നല്ലേ, കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ലേ. ഓക്കെ, അത് നമ്മൾ റിപ്പീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലാകാത്ത പോർഷൻ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ റിവൈൻഡ് ചെയ്ത് കണ്ടു നോക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി, ഞാൻ അതിനായിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഇടാം. ഇത് ആക്ച്വലി ഫസ്റ്റ് പാർട്ടാണിത്. ഇതിൽ ആക്ച്വലി പകുതി പോലും ആയിട്ടില്ല. നമ്മുടെ ഇനി പ്രോജക്റ്റിന് ഒത്തിരി നമ്മൾ ചെയ്യാനുണ്ട് കേട്ടോ. ഒത്തിരി ടൈം കൺസ്യൂമിങ് ആണിത്. ഞാൻ ആക്ച്വലി വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളല്ല, സോ എനിക്ക് കുറച്ച് സമയം എടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ആ കോർണർ പോർഷൻ ഫിനിഷ് ചെയ്യുവാണ്. ഇപ്പോൾ നമ്മൾ എൻറ്റയർലി അത് റിപ്പീറ്റ് ചെയ്ത് കണ്ടോ. ഇപ്പോൾ 2 കോർണറായി കാണാൻ പറ്റുന്നുണ്ടല്ലോ. 1 2 കോർണറായി. ഇനി നമ്മളിത് റിപ്പീറ്റ് ചെയ്ത് ഇനി 2 കോർണേഴ്സ് ഉണ്ട്, അതും ചെയ്യാം, ബാക്കി ലെങ്തിലും ചെയ്യാം. കണ്ടോ, അതിങ്ങനെ റൗണ്ട് അടിച്ച് താഴെ വരെ വരാം. ഇനി എന്തായാലും നമ്മളിത് തന്നെ ചെയ്യാൻ പോകുന്നത്. ഈ എൻഡ് വരെ വരുന്നു കണ്ടോ, ആ എൻഡ് വരെ വന്നപ്പോൾ ഇപ്പോൾ ഏകദേശം ഇങ്ങനെയായി. ഇനി ആ എൻഡ് വരെ വന്നില്ലേ, ഇനി ആ എൻഡിൽ നിന്ന് തിരിച്ച് അപ്പുറത്തെ എൻഡിലേക്ക് പോവുക. ഈ റൗണ്ട് അടിച്ച് ഫുള്ള് തിരിച്ച് കറങ്ങി അപ്പുറത്തെ എൻഡ് വരെ ചെല്ലുക. ദെൻ ആ നമ്മൾ വന്നെടുത്തുനിന്ന് തിരിച്ച് പഴയ പോലെ അപ്പുറത്തേക്ക് പോവുക. അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന പ്രോസസ്സ് ഇതാണ്. മുകളിലേക്കും താഴേക്കും റിപ്പീറ്റഡ് ആയിട്ട് നമ്മളിങ്ങനെ റോസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ഇത് അതൊരു ഒരു ഒരു കംപ്ലീറ്റ് സ്റ്റിച്ചിനെ നമ്മളൊരു റോ എന്നാട്ടോ പറയുന്നത്. അപ്പം ഏകദേശം ഒരു 16, 17, 18 ഞാൻ ഒരു 18 റോസാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആൾക്കാരുടെ വണ്ണം അല്ലെങ്കിൽ അവർക്ക് എന്തോരമാണ് വീതി വേണ്ട അനുസരിച്ച് നമുക്ക് റോസ് കൂട്ടാം കുറയ്ക്കാം. മീഡിയം സൈസിലാണെങ്കിൽ ഒരു 16 റോ മതി. ഞാൻ ഒരു ഇച്ചിരിയും കൂടെ കൂട്ടിയിട്ട് 2 എണ്ണം കൂടെ കൂട്ടി 18 റോ ചെയ്യുന്നുണ്ട്. അത് ഫുള്ള് ചെയ്ത് വരുമ്പോഴത്തേക്കും ദാ ഇങ്ങനെയാവും ഇരിക്കുക. കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുക. ഇതിൽ മേളത്തെ പോർഷൻ ഇതെന്ന് പറയുന്നത് കൈ, ആ പോർഷനാണ്. കൈ, അണ്ടർ ആംസ് ആ വരുന്ന പോർഷൻ, അതായത് ഇവിടുന്ന് നമ്മൾ തുടങ്ങിയത്. ഇതാണ് ആ ലെങ്ത്ത് ഫുള്ള്. 70 കെട്ട് വരുമ്പോൾ ഇത്ര ലെങ്ത്താണ് വരിക കേട്ടോ. ഇവിടുന്ന് ഇതാണ് റോസ്. കണ്ടോ, 1 2 കുറേ റോസ് പോയിരിക്കുന്നുണ്ടോ. 18 റോ ഉണ്ട്.